ഓഗസ്റ്റ് 17 രാവിലെ രാജസ്ഥാനിലെ ആ വാടക വീട്ടിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങി. ആദ്യമൊന്നും ആരും അത് കാര്യമാക്കി എടുത്തില്ല. ഏറെ നേരമായിട്ടും ദുർഗന്ധം വീണ്ടും ആ പ്രദേശമാകെ പരക്കാൻ തുടങ്ങി. എവിടെ നിന്നാണ് ഈ ഗന്ധം വരുന്നതെന്ന് അറിയാൻ വീട്ടുടമയായ സ്ത്രീ പുറത്തേക്കിറങ്ങി നോക്കി. അപ്പോഴാണ് തന്റെ വീടിന്റെ മുകളിൽ നിന്നുമാണ് ആ ഗന്ധം വരുന്നതെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായത്. അതൊരു സാധാരണ മാലിന്യങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലോ ഗന്ധമല്ലെന്ന് അവർക്ക് മനസ്സിലായി. എവിടെ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നതെന്ന് അറിയാൻ വീട്ടുടമയായ സ്ത്രീ മുകളിലത്തെ നിലയിലേക്ക് കയറി ചെന്നു. അപ്പോഴാണ് വീടിന്റെ ടെറസിൽ നിന്നുമാണ് ഈ ഗന്ധം വരുന്നതെന്ന് അവർ കണ്ടെത്തിയത്. അവിടെ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വാതിലാണെങ്കിൽ അടച്ചു കിടക്കുന്നു. പുറത്തു നിന്നും ഏറെ നേരം വിളിച്ചു നോക്കിയിട്ടും ആളനക്കമൊന്നും ഉണ്ടാകുന്നില്ല. സമയമേറും തോറും ആ ദുർഗന്ധം അസഹനീയമായി തുടങ്ങിയിരുന്നു. ദുരൂഹത തോന്നിയ അവർ പോലീസിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി. വീട്ടുടമയായ സ്ത്രീ പറഞ്ഞതനുസരിച്ച് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ദുർഗന്ധം വരുന്നത് എവിടെ നിന്നാണെന്ന് തിരഞ്ഞിറങ്ങിയ പോലീസുകാർ ചെന്നെത്തിയത് വീടിന്റെ ടെറസിലേക്കായിരുന്നു. അവിടെ നീല നിറത്തിലുള്ള ഒരു ഡ്രമ്മിൽ നിന്നാണ് ഈ ഗന്ധം വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. പോലീസുകാർ അതിനുള്ളിൽ എന്താണെന്ന് നോക്കിയപ്പോൾ കണ്ടത് 35 വയസ്സുകാരനായ ഹൻസുറാമിന്റെ അഴുകിയ നിലയിലുള്ള മൃതദേഹമായിരുന്നു. മൃതദേഹം കണ്ടെത്തുമ്പോൾ കഴുത്തിൽ ആഴത്തിൽ കത്തികൊണ്ട് മുറിവേറ്റതിന്റെ പാടുകളും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മൃതദേഹം വേഗത്തിൽ അഴുകാനായി ധാരാളം ഉപ്പും അതിനുള്ളിൽ നിറച്ചിരിക്കുന്നു. ഇതാണ് രാജസ്ഥാനെ നടുക്കിയ ബ്ലൂ ഡ്രം കൊലപാതകം. രാജസ്ഥാനിലെ ഖൈർത്തൽ തിജാര ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. ആദർശ് കോളനിയിലെ ആ വീട്ടിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ ഹൻസുറാമും ഭാര്യ സുനിതയും 3 കുട്ടികളുമായിരുന്നു താമസിച്ചിരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ സുനിതയെയും കുട്ടിയെയും ഒപ്പം വീട്ടുടമയായ സ്ത്രീയുടെ മകനായ ജിതേന്ദ്ര എന്ന വ്യക്തിയെയും അൽവാറിലെ ഒരു ഇഷ്ടിക ചൂളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ജിതേന്ദ്രയും സുനിതയും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇവരാണ് കൊലയ്ക്ക് പിന്നിലെന്നും പോലീസുകാർക്ക് വ്യക്തമായി. പോലീസുകാരെ കണ്ടതും 8 വയസ്സുകാരനായ ആ കുട്ടി ഓടി അവിടെ അടുത്തേക്ക് ചെന്നു. ആ കുട്ടിയാകെ ഭയന്ന് വിറച്ചിരുന്നു. അത്രമേൽ ഭയപ്പെടുന്ന എന്തോ ഒന്ന് നേരിട്ട് കണ്ട ഒരു കൊച്ചുകുട്ടിയുടെ പെരുമാറ്റം പോലീസുകാർ അവനിൽ കണ്ടു. എന്റെ അച്ഛനെ അമ്മയും അയാളും ചേർന്ന് കൊന്നു എന്നായിരുന്നു പോലീസുകാരെ കണ്ടതും ആ കുട്ടി ഓടി വന്നു പറഞ്ഞത്. ജിതേന്ദ്രയ്ക്ക് ഈ കൊലപാതകത്തിൽ നിർണായക പങ്കുണ്ടെന്നും അതേപറ്റി കൂടുതൽ കാര്യങ്ങൾ കുട്ടിയിൽ നിന്ന് അറിയാൻ സാധിക്കുമെന്നും മനസ്സിലാക്കിയ പോലീസുകാർ അവനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തന്റെ അച്ഛനെ എങ്ങനെയാണ് അവർ കൊന്നതെന്ന് അവൻ പോലീസുകാരോട് വിവരിച്ചു. കൊല നടന്ന രാത്രി ഹൻസുറാമും സുനിതയും വീട്ടുടമസ്ഥയുടെ മകനായ ജിതേന്ദ്രയും വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു. മദ്യലഹരിയിൽ ഹൻസുറാം ഭാര്യ സുനിതയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് ജിതേന്ദ്ര ഹൻസുറാമിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇത് പിന്നീട് വാക്കുതർക്കത്തിലേക്കും വലിയ സംഘർഷത്തിലേക്കും ചെന്നെത്തിച്ചു. ഹൻസുറാമിനെ കൊലപ്പെടുത്താൻ സുനിതയാണ് കത്തിയെടുത്തു നൽകിയത്. ജിതേന്ദ്ര ഹൻസുറാമിന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും തുടർന്ന് തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് മരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. തന്റെ അച്ഛനെ സ്വന്തം അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് ഭയന്നു വിറച്ച ആ കുട്ടിക്ക് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. അമ്മയും ജിതേന്ദ്രയും ചേർന്ന് അച്ഛന്റെ മൃതദേഹം ഒരു നീല ഡ്രമ്മിനുള്ളിലാക്കുന്നത് താൻ കണ്ടു. ശേഷം ധാരാളം ഉപ്പും അതിനുള്ളിലേക്ക് വാരിയിട്ടതായും കുട്ടി വെളിപ്പെടുത്തി. കൊല നടത്തിയ ശേഷം ഇരുവരും ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. ശനിയാഴ്ച മുതലാണ് ഈ കുടുംബത്തെ കാണാതായത് എന്നാണ് വീട്ടുടമസ്ഥ പോലീസിനെ അറിയിച്ചത്. ഇഷ്ടിക നിർമ്മാണ തൊഴിലാളിയായിരുന്നു ഹൻസുറാം. മദ്യപിച്ച് വന്ന ശേഷം സുനിതയെ എന്നും ഉപദ്രവിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും ബീഡി കൊണ്ട് അമ്മയുടെ ശരീരത്തിൽ പൊള്ളിക്കാറുണ്ടായിരുന്നെന്നും കുട്ടി വെളിപ്പെടുത്തി. അവർ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥയുടെ മകനാണ് ജിതേന്ദ്ര. ഇവർ തമ്മിൽ ഒരു വഴിവിട്ട ബന്ധം വളർന്നുകൊണ്ടേയിരുന്നു. ജിതേന്ദ്ര സ്കൂൾ അഡ്മിഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ടെന്നും അത് അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നില്ലെന്നും കുട്ടി പറഞ്ഞു. ഇവരുടെ ഈ ബന്ധം ഹൻസുറാമിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ഹൻസുറാം ജോലി കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും ജിതേന്ദ്രയെ വീട്ടിൽ കണ്ടിരുന്നു. സുനിതയോട് ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരുന്നത്. വഴക്കുകളുടെ പ്രധാന കാരണവും ഇതുതന്നെയായിരുന്നു. കാമുകനുമായി ജീവിക്കാനായിരുന്നു ഭർത്താവായ ഹൻസുറാമിനെ ഭാര്യ സുനിത സ്വന്തം മക്കളുടെ മുൻപിലിട്ട് കൊലപ്പെടുത്തിയത്. സമാനമായ ഒരു കൊലപാതകമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് മീററ്റിൽ സംഭവിച്ചത്. കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഭാര്യ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി. ശരീരം വെട്ടി 15 കഷണങ്ങളാക്കിയ ശേഷം ഒരു ഡ്രമ്മിലിട്ട് സിമന്റ് നിറച്ച് മറവ് ചെയ്തു. മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തിരുന്ന സൗരവ് മകളുടെ പിറന്നാൾ ആഘോഷിക്കാനായിരുന്നു നാട്ടിലെത്തിയത്. എന്നാൽ ഭാര്യ മുസ്കാൻ സൗരവിനായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. സഹിലും മുസ്കാനും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. 2019 ഒരു റീയൂണിയനിൽ വെച്ച് സഹിലും മുസ്കാനും വീണ്ടും കണ്ടുമുട്ടുകയും ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു. തങ്ങളുടെ പ്രണയത്തിന് ഭർത്താവ് സൗരവ് ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയ മുസ്കാൻ സൗരവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിടുന്നു. 2025 മാർച്ച് 18 കൊലപാതകം നടന്നത്. എന്നാൽ 2024 നവംബറിൽ തന്നെ മുസ്കാൻ സൗരവിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ തനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ മുസ്കാൻ സഹിലിന്റെ സഹായം തേടാൻ തീരുമാനിക്കുന്നു. സ്നാപ്ചാറ്റിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ച ശേഷം സഹിലിന്റെ മരിച്ചുപോയ അമ്മയാണെന്ന വ്യാജേന അവനോട് സംസാരിക്കുന്നു. താൻ വീണ്ടും പുനർജന്മമെടുത്തു വരണമെങ്കിൽ നീ ഒരു പുരുഷനെ കൊലപ്പെടുത്തണമെന്നും മുസ്കാൻ സഹിലിനോട് പറയുന്നു.
അമ്മയാണെന്ന് വിശ്വസിപ്പിക്കാനായി സാഹിലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മുസ്കാൻ അവനോട് പറയുന്നു. തന്നെക്കുറിച്ച് ഇത്രയും അധികം അറിഞ്ഞു സംസാരിക്കുന്നത് തന്റെ അമ്മ തന്നെയാണെന്ന് സാഹിൽ വിശ്വസിക്കുന്നു. പിന്നീട് ഫെബ്രുവരി 22-ന് മുസ്കാൻ ഒരു ഡോക്ടറെ കാണുന്നു. തനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഹൈ ഡോസിലുള്ള സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് വാങ്ങി. കൂടാതെ കൊലപ്പെടുത്താനായി പുറത്തുനിന്നും മൂർച്ചയേറിയ കത്തികൾ വാങ്ങുന്നു. എന്തിനാണ് ഈ കത്തികൾ എന്ന് ചോദിച്ച കടക്കാരനോട് താൻ ഒരു ഷെഫാകാൻ പഠിക്കുകയാണെന്നും അതിനാണ് ഇവയൊക്കെ എന്നും അവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. പിന്നീട് മാർച്ച് 3-ന് രാത്രി ഗുളിക ഭക്ഷണത്തിൽ കലർത്തി സൗരവിന് നൽകി. ശേഷം മൃതദേഹം 15 കഷണങ്ങളാക്കി വെട്ടിമുറിച്ചു. പിന്നീട് അവ ഒരു ഡ്രമ്മിലാക്കുകയും സിമന്റ് നിറച്ച് വീടിനുള്ളിൽ സൂക്ഷിക്കുകയും ചെയ്തു. കൊല നടത്തിയ ശേഷം കുട്ടിയെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് സാഹിലും മുസ്കാനും ഷിംലയിലേക്ക് കടന്നുകളയുകയായിരുന്നു. സൗരവും മുസ്കാനുമാണ് ഷിംലയിലേക്ക് പോകുന്നതെന്നാണ് മുസ്കാൻ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ അമ്മ വീട്ടിലായിരിക്കെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് തന്റെ അച്ഛൻ ഡ്രമ്മിനുള്ളിലുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. കുട്ടി എന്താണ് പറയുന്നതെന്ന് വീട്ടുകാർക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം മുസ്കാൻ തിരികെ നാട്ടിലെത്തി തന്റെ അമ്മയോട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറയുന്നു. അമ്മ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ഇതേ സമയം തന്നെ മുസ്കാൻ താമസിച്ചിരുന്ന വീട്ടിൽ റിനോവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. മൃതദേഹം സൂക്ഷിച്ചിരുന്ന ഡ്രം ജോലിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഡ്രം തുറന്നതും അസഹനീയമായ ദുർഗന്ധം പുറത്തേക്ക് വന്നു. അങ്ങനെ ജോലിക്കാരും പോലീസുകാരെ വിവരം അറിയിച്ചു. മുസ്കാൻ തന്റെ മകളാണ്, എന്നാൽ അതേപോലെ തന്നെയായിരുന്നു എനിക്ക് സൗരവും. അവൾക്ക് വേണ്ടിയായിരുന്നു അവൻ ജീവിച്ചതത്രയും. അവൾക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ നിങ്ങൾ അവൾക്ക് നൽകണമെന്നായിരുന്നു ആ അമ്മ പോലീസുകാരോട് പറഞ്ഞത്. രാജസ്ഥാനിലെയും മീററ്റിലെയും കൊലപാതകങ്ങളുടെ പിന്നിലെ കാരണം ഒന്നു തന്നെയായിരുന്നു. കാമുകനൊപ്പം ജീവിക്കാനായി സ്വന്തം ഭർത്താവിനെ വകവരുത്തി. അതിന് സാക്ഷികളായതാകട്ടെ സ്വന്തം മക്കളും.